പഴം വെച്ച് ഇങ്ങനൊരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? സംഭവം വളരെ സിമ്പിളാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പഴമായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നെയ്യിൽ വഴറ്റുമ്പോഴാണ് ഒന്നും കൂടെ രുചി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉടച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സെയിം പാനിൽ കുറച്ച് എണ്ണപ്പറ്റുണ്ട്. ആ ഒരു പാനിലേക്ക് തന്നെ 1/2 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത സേമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സേമിയ ആദ്യം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാനാണ് പോകുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. നിങ്ങൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു വറക്കുന്ന പ്രോസസ്സ് ഒഴിവാക്കിക്കോളൂ. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 2 ടേബിൾ സ്പൂൺ പാലൊക്കെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ചേർക്കാം. അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുഴഞ്ഞു പോവരുത്. സേമിയ നേർത്ത സേമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വെന്ത് വന്നോളും. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അത് ഒന്നിനൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് പാകത്തിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പഞ്ചസാരയും മുട്ടയും ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയും അതുപോലെ തന്നെ പഴവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടി ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ചിട്ടില്ല. അത് കൺസിസ്റ്റൻസി റെഡിയാക്കാൻ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണക്കമുന്തിരി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് പറ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും അത് പാകത്തിന് റെഡിയായി കിട്ടും. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് എല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കൂട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കായ്പോളയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.